കുറേ ദിവസമായിരുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല വീഡിയോ ഇടാഞ്ഞത്. എനിക്ക് ഒരു ചിരി ബമ്പർ ചിരിയുടെ പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പ്രാവശ്യം സ്കിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റുന്നത്. കാരണം രാവിലെ എഴുന്നേക്കണം, വെളുപ്പിൽ എഴുന്നേക്കണം, കഞ്ഞി വെക്കണം, കറി വെക്കണം, പലഹാരം ഉണ്ടാക്കണം, പാത്രം കാണാൻ, തുണി അലക്കണം, മിറ്റമിനടിക്കണ്ട, വെള്ളം കിടക്കണം, മിറ്റടി ഇടുവായി. പിന്നെ കൊച്ചുങ്ങളെ കാര്യം നോക്കണം, കൊച്ചുങ്ങൾക്ക് തീറ്റ കൊടുക്കണം, കുളിപ്പിക്കണം, ചേട്ടായുടെ കാര്യം നോക്കണം. പിള്ളേരെക്കാരും കഷ്ടപ്പാടാണ് ചേട്ടായുടെ കാര്യം നോക്കുന്നത്. ചേട്ടായിക്ക് പല്ല് തേപ്പിക്കണം, കുളിപ്പിക്കണം, എന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്റ്റുഡിയോയിൽ പോകണം, അവിടെ പ്രാക്ടീസ് ചെയ്യണം, ഗ്രൂമിങ് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് 8-8:30 ആവും. അപ്പോൾ പിന്നെ വൈകിട്ട് അത്താഴത്തിൻ്റെ പരിപാടി ഇതെല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് വീഡിയോ എടുത്തിട്ടാണ് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. കുറേ ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചു, എന്നെ സുധിമോളെ വീഡിയോ കാണാത്തതെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ഷൂട്ടിങ്ങായിട്ട് 2 ദിവസം ആയിരുന്നു. പിന്നെ വീഡിയോ ഇടാൻ എന്നാന്ന് ചോദിച്ചാൽ ഭയങ്കര മഴയാണ്. മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു രക്ഷയില്ലാത്ത മഴയും കാറ്റും ഭയങ്കര വെള്ളവും കയറ്റിയതുകൊണ്ടാണ് വെള്ളം കയറി കിടക്കുകയാണ്. ഇതിലും വെള്ളം ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് വെള്ളം കാണാത്തത്. അപ്പോൾ ഭയങ്കര വെള്ളമൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഒരു 10 മിനിറ്റ് വീഡിയോ പോലും അപ്ലോഡ് ചെയ്യണമെങ്കിൽ വൈഫൈ ഇല്ല. നമ്മുടെ സാധാരണ നെറ്റിലൊന്നും അത് വർക്കാവില്ല. അപ്പം ഞാൻ ഇച്ചാത്തി അവരുടെ വീട്ടിൽ പോയാണ് വൈഫൈ ഉപയോഗിച്ചാണ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ 2 ദിവസമായിട്ട് പെരും മഴയും കാറ്റും കാര്യങ്ങളൊക്കെയാണ്. കുഞ്ഞുങ്ങളായിട്ടൊക്കെ പോകാൻ പാടായതുകൊണ്ടും ആണ് 2 ദിവസമായിട്ടും വീഡിയോ കാണാതിരുന്നത്. ഇനി മുതൽ നമ്മൾ വീഡിയോ എടുക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ ഞാനിപ്പോൾ ആദ്യം തന്നെ വീഡിയോയിൽ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് കുറേ ആൾക്കാർ കുറേ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി വന്ന് പോസ്റ്റ് ഓഫീസ് ഇരിപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. പിന്നെ കുറേ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സുധിമോളെ എന്താണ് വീടിനകത്തൊക്കെ ഭയങ്കര ഇരുട്ടാണല്ലോ വീഡിയോ എടുക്കുമ്പോൾ ചോദിച്ച്. അത് വേറെ ഒന്നും കൊണ്ടല്ലായിരുന്നു. ഈ വെട്ടമൊക്കെ കുറവ്, നമ്മുടെ സാധാരണ വെട്ടമല്ലേ. പിന്നെ ഈ മൊബൈൽ യൂട്യൂബർക്കൊക്കെ ഉണ്ടല്ലോ റൗണ്ട് കളറിലെ ലൈറ്റും കമ്പനി ഇങ്ങനെ ഫിറ്റ് ചെയ്ത് മൊബൈലൊക്കെ വെക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വിളിച്ച്, ജാസ്മിൻ എന്ന് പറഞ്ഞ കൊല്ലത്തുള്ളൊരു ചേച്ചി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സുധിമോളെ അതെന്താണ് മോനെ വീഡിയോ ഒക്കെ ഇരുണ്ടിരിക്കുന്നത്, അകത്ത് പിടിക്കുന്ന വീഡിയോ ഒക്കെ ഇരുണ്ടിരിക്കുന്നത് എന്താണെന്ന്. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ അവരെനിക്ക് ഇന്നലെ ഒരു ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ദേ ടണക്കണ്ടേ. ഇനി ഞാൻ ഇതിലായിരിക്കും വീഡിയോ എടുക്കുന്നത് അകത്ത്. ഇനി അകത്തെടുക്കുന്ന വീഡിയോസിനൊന്നും ഇരുളിമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ എനിക്കിത് ഫിറ്റ് ചെയ്യാനൊന്നും അറിയില്ല. അത് അതിൻ്റെ കുറച്ച് പാച്ചുകളൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ ഫിറ്റ് ചെയ്യണം. അത് ചേട്ടായി നോക്കിയിട്ട് ചേട്ടായിക്കും പറ്റണില്ല. ഞങ്ങൾക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഇപ്പോൾ കടയിൽ കൊണ്ട് ഫിറ്റ് ചെയ്യണം. അതിനുശേഷമാണ് ഇതിൻ്റെ അകത്ത് വീഡിയോ ഇനി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം അയച്ചു തന്ന ജാസ്മിൻ ചേച്ചിക്ക് എൻ്റെ കുടുംബത്തെ ഒത്തിരി നന്ദി അറിയിക്കുന്നു. കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു സാധനമായിരുന്നു. ഇച്ചാത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്കുണ്ട് ഈ സ്റ്റാൻഡ്. ഞാൻ 2 പ്രാവശ്യം അതിന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് സ്വന്തമായിട്ടില്ലായിരുന്നു. പക്ഷെ എനിക്കിത് മേടിച്ച് തരാൻ കാണിച്ച ആ മനസ്സിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നത് കേട്ടോ. കാരണം എനിക്ക് ഒത്തിരി ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തന്നൊരു ഗിഫ്റ്റാണിത്. എനിക്കിപ്പോൾ യൂട്യൂബ് ചാനലിന് വേണ്ടി ആവശ്യമുള്ളൊരു സാധനമാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ജാസ്മിൻ ചേച്ചി താങ്ക് യു. പിന്നെ ഇതല്ലാതെ എനിക്ക് വേറൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അത് ഇന്നലെ വൈകിട്ടാണ് ഗിഫ്റ്റ് വന്നത്. അപ്പോൾ ചേട്ടായിയുടെ ഞാൻ ചേട്ടായി ഗിഫ്റ്റ് ഒരു കൊറിയർ വന്നിട്ടുണ്ടെന്ന് വിളിച്ചു. അപ്പോൾ പെട്ടെന്ന് ചേട്ടായി ഇവിടം വരെ വരാമെന്ന് ചോദിച്ചു. ചേട്ടായി ഓടി പിടിച്ച് അവിടെ ചെന്നു. നമ്മളിപ്പോൾ ചെറിയൊരു ഇത്ര ഉള്ളൊരു കുഞ്ഞൊരു കവറിൽ വല്ല ഡ്രസ്സോ അത് എന്ത് സാധനം ചെറിയൊരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചേട്ടായി വരുമ്പോഴി വരുന്നത് കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടു. ഇത് എന്ത് സാധനം എന്ന് ഓർത്ത്. അപ്പോൾ നിങ്ങളും അന്തം വിടുവായിരിക്കും ഇത് കാണുമ്പോൾ. അമ്മയ്ക്കേ അയ്യോ, ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് വന്നേക്കുന്നത്. ഇതാണ് ഗിഫ്റ്റ്. ഇതെന്നാന്ന് നമുക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആകാംക്ഷ സഹിക്കാൻ മേലാതെ ഞാൻ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് നോക്കി. പക്ഷെ എന്തൊക്കെ സാധനം ക്ലീനായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. പുറമെ ഒന്നിങ്ങനെ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടേ പൊട്ടിക്കണമെന്ന് ഓർത്തിട്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല, എൻ്റെ ഓരോ സന്തോഷം കണ്ടാ. സോപ്പ് പൊടി എന്താ അറിയാത്ത സന്തോഷമാണ്. ഞാൻ 1/2 കിലോയുടെ വരെയുള്ള സോപ്പ് പൊടി പാക്കറ്റ് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു. ഇതേ ഹെൻകോടെ 4 കിലോയുടെ സോപ്പ് പൊടിയാണ്. അയ്യോ ഒത്തിരി സന്തോഷം. ഞാൻ തുണി അലക്കി വരിക്കും. പിന്നെ അത് ഇതേ ചേഫറി. അതധികം ഞാൻ വർണ്ണിക്കുന്നില്ല, എനിക്ക് നാണമാണ്, അതുകൊണ്ടാണ് കാണിക്കുന്നത്. പിന്നെ ഇതേ ഫിയാമയുടെ സോപ്പ് 5 എണ്ണം.
അയ്യോ ഞാൻ ഈ സോപ്പില്ലേ പരസ്യത്തിലൊക്കെ ഈ പെമ്പിള്ളാർ ഈ മറ്റേ ഒരു പാത്രം വെള്ളം ഒരു പാത്രം ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് കിടന്നിട്ട് സോപ്പൊക്കെ തേച്ച് കുളിക്കൂലേ അങ്ങനെ മാത്രം ഈ സോപ്പ് കണ്ടിട്ടുള്ളൂ. ഞാൻ നേരിട്ട് ആദ്യമായിട്ട് കാണുകയാണ് പിയാപ്പയുടെ സോപ്പ്. നമ്മളൊക്കെ കൂടിപ്പോയ ക്യൂട്ടിയുടെ മറ്റേ റൗണ്ടിലല്ലേ ക്യൂട്ടി സോപ്പ് 25 രൂപയുടെ സോപ്പ്, അതാണ് ഞങ്ങൾ മേടിക്കുക ഡെയിലി. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര സോപ്പ് കാണുന്നത്. പരസ്യത്തിൽ മാത്രം കണ്ടാക്കുന്ന സോപ്പാണ്. പിന്നെ അമ്മേ അയ്യോ അയ്യോ അമ്മേ അയ്യോ അയ്യോ എന്റെ ദൈവമേ ചേട്ടായി ഇത് കണ്ടോ ചേട്ടായി ചില്ലിന്റെ പ്ലേറ്റ് ആണേ. അയ്യോ ചില്ലിന്റെ പ്ലേറ്റ് ആണേ. അയ്യോ അതിൻ്റെ തന്നെ കുഞ്ഞിക്കാട്ട് പ്ലേറ്റ്. പിന്നെ ഇതേ ബൗളെന്നല്ലേ പറയുന്നത് ബൗള്. അതേപോലെ തന്നെ ഒരു പാത്രം കൂടി. അയ്യോ ഇതിൻ്റെ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ആണെന്ന് തോന്നുന്നു ഈ അടപ്പേ. എനിക്ക് വേല അയ്യോ പോയി. ഹായ് അയ്യോ വായൂടെ ഇതേ ഈ കറിയൊക്കെ കിടക്കുന്ന പോലത്തെ ഈ സൂപ്പൊക്കെ കുടിക്കുന്ന ഐസൊക്കെ കുടിക്കുന്ന മാത്രമാണെന്ന് തോന്നുന്നു. അതുപോലെ 2 എണ്ണം ഉണ്ടേ. ദേ പിന്നെ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ അല്ല ഇങ്ങനെ ചില്ലിൻ്റെ ആണ് കേട്ടോ. താഴെ വേണ പൊട്ടണ മോഡലാണ്. അയ്യോ എൻ്റെ ദൈവമേ സത്യം പറഞ്ഞാൽ ഈ പാത്രം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. വേറെ ഒന്നുമില്ല ഞങ്ങളുടെ വീട്ടിൽ സ്റ്റീലിൽ ചളകി പറഞ്ഞ പാത്രമൊക്കെയാണ് ഇരിക്കണത്. നമ്മൾ അങ്ങോട്ട് പാത്രം കഴുകി ഇങ്ങോട്ട് ഇടുമ്പോൾ അങ്ങോട്ട് ഇടുമ്പോഴൊക്കെ സ്റ്റീലിൻ്റെ പാത്രമല്ലേ ചളകി പോകും. അങ്ങനെ പാത്രത്തെ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടുള്ളൂ. ഇങ്ങനത്തെ ചില്ലിൻ്റെ പാത്രം എനിക്ക് സഹിക്കാൻ പറ്റാനില്ല. കഴിഞ്ഞ ദിവസമാണ് ഞാനും ചേട്ടനോട് മദീനെ സാധനം എടുക്കാൻ ചെയ്തപ്പോൾ ഇങ്ങനത്തെ കുറേ സെറ്റ് പാത്രങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞേ ഉള്ളൂ ചേട്ടാ നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലേറ്റ് വാങ്ങണം ചേട്ടായി നമ്മുടെ വീട്ടിലൊക്കെ ഇനി വലിയവരൊക്കെ വരുമ്പോൾ ഭക്ഷണം കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് ത്രില്ല്. കാരണം ഞാൻ ആഗ്രഹിച്ച ഒരു സാധനമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ. ഇത് അപ്പോൾ ചോറിനാൻ ഇതാകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് എല്ലാവരൊക്കെ വരുമ്പോൾ മിക്സറും ചിപ്സൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ പാത്രമാണ്. ഇത് നമുക്ക് ചിക്കൻ കറിയൊക്കെ ഇട്ടിട്ട് വലിയ ആൾ കളിച്ച് ഷോയൊക്കെ കാണിക്കാൻ പറ്റിയ സാധനമാണ്. ഇതിനകത്ത് ചിക്കൻ കറി മീനൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയൊരു പാത്രമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ അതിൻ്റെ ചെറിയ എടുത്ത് ഓരോ കറിയൊക്കെ ഇടാൻ പറ്റിയത്. ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് പായസമൊക്കെ ഓണത്തിന് വെക്കുമ്പോൾ കുടിക്കാമല്ലോ, സൂപ്പ് കുടിക്കാമല്ലോ, പായസം കുടിക്കാമല്ലേ. അയ്യോ ഭയങ്കര സന്തോഷമായി. ഇത് അയച്ചു തന്നത് ശാലിത മണിക്കുട്ടൻ, തുമ്പറത്ത് ഹൗസ്, മഞ്ഞപ്പാറ പിയോ അങ്കമാലി, മഞ്ഞപ്പാറ പിയോ അങ്കമാലി. അപ്പം നിങ്ങൾ ഓർക്ക് ഇതന്നെ സൂതി കേൾപ്പിക്കുന്നതെന്ന്. എനിക്ക് ഇംഗ്ലീഷ് ഒന്നും വായിക്കാൻ അറിയാൻ മേല, അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചാണ്. ഒരു വിധത്തിൽ ഞാനൊക്കെ മുക്കറ കുത്തിയാണ് ഈ ശാലിത എന്നുള്ള പേര് കണ്ടുപിടിച്ചത്. പക്ഷെ എൻ്റെ അഹങ്കാരം ഒന്നും എനിക്കില്ല കേട്ടാ. പക്ഷെ ഇത്ര സാധനമാണ് നമുക്ക് അയച്ചു തന്നേക്കുന്നത്. ഇത് അയച്ചത് ശാലിത ചേച്ചിക്ക് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. കാരണം ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചൊരു സാധനമാണിത് എനിക്ക് കിട്ടിയത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റത്ത ഇത്ര സന്തോഷമുണ്ട്. ഇനി ഞാൻ അധികം ചവയ്ക്കുന്നില്ല, ചിലപ്പോൾ ഞാൻ കരഞ്ഞു നിൽക്കിയിരിക്കും. ഞാൻ കരയുന്ന ആരും കാണുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ നിർത്തുവാണ്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഇത് അയച്ചു തന്ന ശാലിത ചേച്ചിക്കും കുടുംബത്തിനും ഞാൻ എൻ്റെ പേരിലും എൻ്റെ കുഞ്ഞുങ്ങളുടെ പേരിലും എൻ്റെ ചേട്ടായുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു. പിന്നെ ഇതുവരെ എൻ്റെ ചാനലായാലും കാണാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൻ അടിക്കുക. താങ്ക് യു.